ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള കിച്ചൺ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുന്തിരി ജ്യൂസാണ്. വളരെ സ്വാദിഷ്ടമായ രീതിയിൽ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ജ്യൂസാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുരുവുള്ള മുന്തിരിയാണ്. 1/2 കിലോയോളം മുന്തിരിയാണ് ജ്യൂസ് അടിക്കാനായി എടുത്തിട്ടുള്ളത്. ഇതിനെ ഓരോ അല്ലിയായി തിരിച്ച് നമുക്ക് വൃത്തിയിൽ ആദ്യമേ കഴുകിയെടുക്കാം. അതിനായിട്ട് ഓരോന്ന് നമുക്ക് അല്ലി തിരിച്ചെടുക്കാം. ശേഷം അതിലോട്ട് 2 സ്പൂണോളം പൊടിയുപ്പ് ചേർക്കുക. ഇളം ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് 3-4 തവണ വൃത്തിയിൽ കഴുകിയെടുക്കാം. മുന്തിരി ജ്യൂസ് തയ്യാറാക്കാനായിട്ട് കുരുവുള്ള മുന്തിരി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുരുവില്ലാത്ത വലിയ മുന്തിരി പരമാവധി ജ്യൂസ് അടിക്കാനായിട്ട് ഉപയോഗിക്കാതിരിക്കുക. മുന്തിരിയിൽ പൊടിയുപ്പ് ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് അതിലെ അഴുക്കുകളും വൃത്തിയിൽ പോയി കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് 3-4 തവണ വെള്ളം മാറ്റി മുന്തിരിയെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം. കഴുകിയ മുന്തിരിയെ നന്നായി വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നീട് നമുക്ക് അടുപ്പത്ത് ഒരു പാത്രം വയ്ക്കാം. അതിലോട്ട് ഞാനിവിടെ 1/2 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് പാകമായിട്ട് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ, നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുന്തിരിയെ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. മുന്തിരി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് 3 സ്പൂണോളം ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ജ്യൂസിന് ഒരു ഫ്ലേവറിനായിട്ട് നമുക്കിതിലോട്ട് ഒരു ഏലക്കായ ചേർക്കാം. ഏലക്കായ നന്നായി കഴുകിയ ശേഷം അതിനെ നന്നായിട്ട് ചതച്ച് നമുക്ക് വെള്ളത്തിലോട്ട് ചേർക്കാം. മുന്തിരി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുന്തിരി നന്നായി വേവായി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും മുന്തിരിയുടെ കളറെല്ലാം വെള്ളത്തിലോട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ മുന്തിരികളെല്ലാം നന്നായിട്ട് പൊട്ടി വേവായിട്ടുണ്ടാകും. ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഈ ഒരു രീതിയിൽ മുന്തിരി ജ്യൂസ് തയ്യാറാക്കുന്നത് മുന്തിരി പച്ചനെ ജ്യൂസ് അടിക്കുമ്പോൾ പലപ്പോഴും നാവ് ചൊറിയാനും ചുണ്ട് ചൊറിയാനൊക്കെയും ഇടവരാറുണ്ട്. ഇങ്ങനെ മുന്തിരി വേവിച്ച് ജ്യൂസ് തയ്യാറാക്കുമ്പോൾ അതുപോലെയുള്ള ചൊറിച്ചിൽ നമുക്ക് അനുഭവപ്പെടില്ല. അതിനാണ് നമ്മൾ ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കുന്നത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് ഫാനിൻ്റെ അടിയിൽ തണുക്കാൻ വയ്ക്കാം. റൂം ടെമ്പറേച്ചറിലായ ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് അടിച്ചെടുക്കാം. ശേഷം അരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നന്നായി തണുത്ത ശേഷം നമുക്കത് സെർവ് ചെയ്ത് കുടിച്ചു നോക്കാവുന്നതാണ്. വളരെ രുചിയേറിയ ഒരു ജ്യൂസാണ്. എന്നും നമ്മൾ കുടിക്കുന്ന മുന്തിരി ജ്യൂസിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമായ ജ്യൂസാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക.